ആത്മാവേ എന്നിൽ വന്നു നിറയണമേ. പരിശുദ്ധാത്മാവേ കൃപ ചൊരിയണമേ. പരിശുദ്ധാത്മാവേ ശക്തി പകരണമേ. ഈശോ വളരെ വ്യക്തമായി ഈ ശുശ്രൂഷ സമയത്ത് നിന്നെ ക്ഷണിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായി നിങ്ങൾ എൻ്റെ പക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. എന്ന് പറഞ്ഞാൽ എന്ത് മനസ്സിലായി? ഇനിമേലിൽ നിനക്ക് അധ്വാനം ഉണ്ടാവില്ല എന്നാണോ? അല്ല. ഇനിമേലിൽ നിനക്ക് ഭാരമുണ്ടാവില്ല എന്നാണോ? അല്ല. അധ്വാനമുണ്ടാവും, ഭാരമുണ്ടാകും, പക്ഷേ നിനക്ക് എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ഈ അധ്വാനം, ഈ ഭാരം ചുമക്കുന്നതിനുള്ള ബലം നിനക്ക് കിട്ടും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇത് വിശ്വസിച്ചോണം. അതാണ് നമ്മുടെ പ്രാർത്ഥനയുടെ ബലം എന്ന് പറയുന്നത്. ഇത് ഈ പോട്ടാശ്രമത്തിലെ ഈ അന്തരീക്ഷത്തിൽ മാത്രം ഒതുങ്ങുന്ന ഒരു ശുശ്രൂഷയല്ല. പ്രത്യേകിച്ച് കൊറോണ കാലഘട്ടത്തിലാണ് ഈ പോട്ടാശ്രമത്തിൽ നിന്ന് ഇപ്രകാരം എല്ലാ ദിവസമുള്ള ശുശ്രൂഷ ലൈവ് ടെലികാസ്റ്റിലോട്ട് മാറിയത്. പോട്ടാശ്രമത്തിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ലോകമെമ്പാടും അവരുടെ വീടുകളിൽ ഈ ശുശ്രൂഷ ടെലികാസ്റ്റ് ചെയ്യപ്പെടുമ്പോൾ ഇത് 10,000ങ്ങളാണ് ഈ ശുശ്രൂഷ ഇരുന്ന് പങ്കെടുക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇന്ത്യക്ക് പുറത്ത് ഒരു രാജ്യത്ത് ഒരു ശുശ്രൂഷയ്ക്ക് ചെന്നു. ആ രാജ്യത്ത് ഇപ്രകാരം ശുശ്രൂഷകൾ പബ്ലിക്കായിട്ടൊന്നും നടത്താൻ അനുവാദമില്ലാത്തൊരു രാജ്യമാണ്. അപ്പം അവിടെ ഒരു ശുശ്രൂഷയ്ക്ക് വേണ്ടി ചെന്ന അവസരത്തിൽ അവിടെ ചെന്ന് ആ ഒരു കുടുംബത്തിലിരുന്ന് അല്പസമയം പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആ കുടുംബത്തിലിരിക്കുന്നവരും അവിടെ ചുറ്റുവട്ടത്ത് വന്നിരുന്നവരുമായിട്ടുള്ളവർ ഒരു പ്രാർത്ഥനാ ഗ്രൂപ്പാണ്. അവർ ഒരേ സ്വരത്തിൽ പറഞ്ഞ കാര്യം, അച്ചോ, പോട്ടാശ്രമത്തിൽ നിന്ന് ഇപ്രകാരം യൂട്യൂബിലൂടെ ആ ആലയത്തിൽ നിന്നുയരുന്ന ശുശ്രൂഷ കണ്ടുകൊണ്ടാണ് ഞങ്ങൾ അനുദിനം ആ ദേശത്ത് ജീവിക്കുന്നത്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടോ? നിങ്ങളെപ്പോലെ ഇതുപോലെ ഇവിടെ വന്നിരിക്കാനൊന്നും സൗകര്യമില്ല. പക്ഷേ അവരുടെ ജീവിതത്തിൻ്റെ ഞെരുക്കത്തിൻ്റെ നടുവിൽ അവരവരുടെ വീട്ടിൽ ഈ ടെലിവിഷനിലിരുന്ന് ഈ വചന ശുശ്രൂഷ, പരിശുദ്ധ കുർബാന, പരിശുദ്ധ ആരാധന, ജപമാലയെല്ലാം പങ്കെടുത്ത് അവരാശ്വാസം കിട്ടുവാണ്. അവർ പറയുക, അച്ഛാ, ഞങ്ങൾക്ക് ഇതൊക്കെയല്ലേ ഉള്ളൂ, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരല്ലേ. നിങ്ങളെക്കുറിച്ചാണ് പറയണേ, നിങ്ങളൊക്കെ ഭാഗ്യമുള്ളവരാണ്. നമുക്കതിനെക്കുറിച്ച് തിരിച്ചറിവില്ല, അത് വേറെ കാര്യം. നിങ്ങളെക്കുറിച്ചാണ് പറയണേ, ഇങ്ങനെയൊക്കെ വന്നിരുന്ന് പ്രാർത്ഥിക്കാൻ പറ്റുന്നുണ്ടല്ലോ. ഇതുപോലത്തെ അവസരം കിട്ടാത്ത ആളുകൾ, അച്ഛാ, ഞങ്ങളുടെ ഡ്യൂട്ടി ഷെഡ്യൂള് ഇങ്ങനെയൊക്കെ പങ്കെടുക്കണമെന്നൊക്കെ ആഗ്രഹമുണ്ട് അച്ഛാ, കൊതിയാണ് അച്ഛാ, കൊതി. എന്നാലും ഞങ്ങൾ വീട്ടിൽ ഞങ്ങളിത് ഓൺ ചെയ്ത് വെക്കും. ഞങ്ങളുടെ വീട് മുഴുവൻ വചനമാണ് അച്ഛാ, ഇതാണ് ഞങ്ങളുടെ ആശ്വാസം. എത്ര ഭാരമുണ്ടെങ്കിലും ഈ ശുശ്രൂഷ ഒന്ന് പങ്കെടുത്തു കഴിയുമ്പോൾ ഞങ്ങളുടെ ഉള്ളിൽ ലഭിക്കുന്ന ആശ്വാസം പറഞ്ഞറിയിക്കാൻ വയ്യ. ഒന്ന് കൈയടിച്ച് ഈശോയ്ക്ക് നന്ദി പറഞ്ഞേ, നല്ലൊരു കൈയടി കൊടുത്തേ. ഹല്ലേലൂയാ. എൻ്റെ പ്രിയപ്പെട്ടവരെ, വചന ശുശ്രൂഷയുടെ ഏറ്റവും വലിയ പ്രത്യേകത അതാണ്. അതുകൊണ്ടാണ് ഈശോ പറയുന്നത്, അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കലേക്ക് വരണം. യെശയ്യായുടെ പ്രവചനം 55-ാം അധ്യായം അതിൻ്റെ 1-ാം തിരുവചനം ഒന്ന് വായിച്ചേ. ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 55, 55-ാം അധ്യായം 1-ാം തിരുവചനം. ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. വായിച്ചോ. ദാഹാർത്തരെ ജലാശയത്തിലേക്ക് വരുവിൻ, നിർദ്ധനൻ വന്ന് വാങ്ങി ഭക്ഷിക്കട്ടെ. വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. സ്വർഗ്ഗത്തിൽ പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ദാഹാർത്തരെ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഏതെങ്കിലും വിഷയത്തിൽ ദാഹം അനുഭവിക്കുന്ന വ്യക്തി എന്താ ചെയ്യേണ്ടത്? നാട്ടുകാരുടെ പുറകെ നടന്ന് കൈ നീട്ടിക്കൊണ്ട് എന്നെ സ്നേഹിക്ക്, എന്നെ പരിഗണിക്ക്, എന്നെ മനസ്സിലാക്ക് എന്നും പറഞ്ഞ് തെണ്ടി നടക്കാനല്ല നിന്നെ ദൈവം സൃഷ്ടിച്ചത്. മറിച്ച് നീ തമ്പുരാന്റെ മുമ്പിലേക്കാണ് കൈ നീട്ടേണ്ടത്. പ്രൈസ് ദി ലോർഡ്. പിടികിട്ടുന്നുണ്ടോ? ഇത് നമ്മുടെയൊക്കെ വീട്ടിൽ ചുറ്റുവട്ടത്ത് കൂട്ടായ്മകളിൽ നമ്മൾ ചെയ്യുന്ന ഒരു പണിയാണ്. നിങ്ങൾ എന്നെ സ്നേഹിക്ക്, എന്നെ മനസ്സിലാക്ക്, എന്നെ പരിഗണിക്ക്. നാട്ടുകാരുടെ മുമ്പിൽ കൈനീട്ടി നടക്കാനല്ലെന്ന്, മറിച്ച് തമ്പുരാൻ നിന്നെ ക്ഷണിക്കുകയാണ്. നിന്റെ ഉള്ളിലുള്ള ദാഹം, ദാഹാർത്തരെ ജലാശയത്തിങ്കിലേക്ക് വരുവിൻ, നിർദ്ധനൻ വന്നു വാങ്ങി ഭക്ഷിക്കട്ടെ.
വീഞ്ഞും പാലും സൗജന്യമായി വാങ്ങിക്കൊള്ളുക. അടുത്ത വചനം വായിക്കാം. ആഹാരത്തിന് വേണ്ടിയല്ലാതെ എന്തിന് പണം മുടക്കുന്നു? സംതൃപ്തിക്ക് വേണ്ടിയല്ലാതെ എന്തിന് അധ്വാനിക്കുന്നു? എന്റെ വാക്ക് ശ്രദ്ധിച്ചു കേൾക്കുക, നന്നായി ഭക്ഷിക്കുകയും വിശിഷ്ട ഭോജ്യങ്ങൾ ആസ്വദിക്കുകയും ചെയ്യുക. മൂന്നാം വചനം ശ്രദ്ധിച്ചോ. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ശ്രദ്ധ പറഞ്ഞ ഹല്ലേലൂയാ. വലതുകര ഉയർത്തി എന്റെ കൂടെ ഈ വചനേറ്റ് പറയോ. എന്റെ അടുക്കൽ വന്ന്, നല്ല ഒച്ചത്തിൽ പറ, എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. വചനം പറയാണ്, എന്റെ അടുക്കൽ വരണം, എന്റെ അടുക്കൽ വരണം, എന്റെ വാക്ക് കേൾക്കണം, നിങ്ങൾ ജീവിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. നമ്മുടെയൊക്കെ വീട്ടില് ചിലരൊക്കെ ഇരിപ്പുണ്ടാവും, പള്ളി പോവില്ല, പ്രാർത്ഥിക്കത്തില്ല, ധ്യാനം വേണ്ട, ഒന്നും വേണ്ട, എല്ലാം തീർന്നു എന്നും പറഞ്ഞ് അവരോട് പറയണം, ഈ വചനം പറഞ്ഞു കൊടുക്കണം. യെശയ്യായുടെ പ്രവചനം 55:3. സാധിക്കുന്നവർ നിങ്ങളുടെ വീടുകളിൽ ഇപ്രകാരം പള്ളി പോവാതെ പ്രാർത്ഥിക്കാതെ ദൈവവിചാരമില്ലാതെ ജീവിക്കുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടി നിങ്ങൾ എന്ത് ചെയ്യണം? ഒരു നോട്ട് ബുക്കിൽ ഈ വചനം എഴുതണം. അവർക്ക് വേണ്ടി യെശയ്യായുടെ പ്രവചനം 55:3. എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ഞാൻ നിങ്ങളുമായി ശാശ്വതമായ ഒരു ഉടമ്പടി ഉണ്ടാക്കും. ദാവീദിനോടെന്ന പോലെ നിങ്ങളോട് ഞാൻ സ്ഥിരമായ സ്നേഹം കാട്ടും. ഈ വചനശക്തിയാൽ ഇന്ന വ്യക്തിയിൽ ദൈവമേ ഇടപെടണമേ പറഞ്ഞ് പ്രാർത്ഥിക്കും. സംഭവിക്കും, സംഭവിക്കും. യെശയ്യായുടെ പ്രവചനം 55:3 കേട്ടോ. എന്താ വചനം പറയുന്നത്? എന്റെ അടുക്കൽ വന്ന് എന്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. ജീവിക്കും, വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. ജീവിക്കും, പറഞ്ഞ ജീവിക്കും, ജീവിക്കും. നമ്മളിൽ അനേകം പേർക്ക് ജീവനുണ്ടോ എന്ന് കുത്തി നോക്കണം. ചത്തതിനൊക്കുമേ ജീവിച്ചിരിക്കലും ചിലരെ കുറിച്ച് പറഞ്ഞിട്ടില്ലേ? ഇങ്ങനെ ജീവിക്കുന്നു അച്ഛാ, എന്നാ ജീവിത? ജീവനുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം ചലനം, ചലിക്കാൻ പറ്റണം, നിനക്കതിൻ്റെ ബലം വേണം. ജീവൻ, 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 ജീവനുണ്ട് എന്നുള്ളതിൻ്റെ അടയാളമാണ് ചലനം. അപ്പോ ഇതെല്ലാം നഷ്ടപ്പെട്ട് ജീവിതത്തിൽ ഇങ്ങനെ ഭാരപ്പെട്ട് എല്ലാം തീർന്നു എന്നും പറഞ്ഞിരിക്കുന്നവരുണ്ടെങ്കിൽ വചനം നിനക്ക് നൽകുകയാണ്. എൻ്റെ അടുക്കൽ വന്ന് എൻ്റെ വാക്ക് കേൾക്കുവിൻ, നിങ്ങൾ ജീവിക്കും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഇതിനെക്കുറിച്ചാണ് യോഹന്നാന്റെ സുവിശേഷം 7-ാം അധ്യായം അതിൻ്റെ 37-38 തിരുവചനം പറഞ്ഞിട്ടില്ലേ? ബുക്ക് ഓഫ് ജോൺ, സെന്റ് ജോൺസ് ഗോസ്പൽ ചാപ്റ്റർ 7 വേഴ്സ് 37 and 38. 37-38. തിരുനാളിന്റെ അവസാനത്തെ മഹാദിനത്തിൽ യേശു എഴുന്നേറ്റ് നിന്ന് ശബ്ദമുയർത്തി പറഞ്ഞു. ഈശോ ഒരു കാര്യം പറയാണ്, ശബ്ദമുയർത്തി പറഞ്ഞു. എന്താ പറഞ്ഞത്? ആർക്കെങ്കിലും ദാഹിക്കുന്നെങ്കിൽ അവർ എൻ്റെ അടുക്കൽ വന്ന് കുടിക്കട്ടെ. എന്നിൽ വിശ്വസിക്കുന്നവന്റെ ഹൃദയത്തിൽ നിന്ന് വിശുദ്ധ ലിഖിതം പ്രസ്താവിക്കുന്നത് പോലെ ജീവജലത്തിന്റെ അരുവികൾ ഒഴുകും. ഹല്ലേലൂയാ. എന്ന് പറഞ്ഞാൽ നിന്നെ ഇൻവൈറ്റ് ചെയ്യുകയാണ്, ക്ഷണിക്കുകയാണ്. നീ വാ, നീ എൻ്റെ അടുക്കിലേക്ക് വാ, നീ എൻ്റെ അടുക്കിലേക്ക് വാ. ഈശോ നിന്നെ ക്ഷണിക്കുന്നു, ഈശോ നിന്നെ ക്ഷണിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. അടുത്തിരിക്കുന്ന ആൾക്കൊന്ന് കൈ കൊടുത്തോണ്ട് പറഞ്ഞ്, ഈശോ നിന്നെ ക്ഷണിക്കുന്നു. ഈശോ നിന്നെ ക്ഷണിക്കുന്നു. നിന്റെ ദാഹം മാറ്റാൻ ഈശോ നിന്നെ ക്ഷണിക്കുന്നു. നിന്റെ പ്രശ്നത്തിന് ഉത്തരം നൽകാൻ ഈശോ ആഗ്രഹിക്കുന്നു. നിന്റെ അധ്വാനം, നിന്റെ ഭാരത്തിന് ആശ്വാസം നൽകാൻ നിന്നെ ഈശോ ക്ഷണിക്കുന്നു. ഹൃദയമല്ല, ഈശോ നിന്നെ ക്ഷണിക്കുകയാണ്. ഹീസ് ഇൻവൈറ്റിംഗ് യു. ഈശോ നിന്നെ ക്ഷണിക്കുന്നു. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. പ്രിയപ്പെട്ടവർ, ഈ യോഹന്നാൻ ശ്ലീഹായ്ക്ക് കിട്ടിയ വെളിപാട് പുസ്തകം അവസാനിക്കുന്നത് എന്തും പറഞ്ഞുകൊണ്ടെന്നറിയോ? ഈ ഇൻവിറ്റേഷൻ നമ്മുടെ മുമ്പിൽ വെച്ചിട്ട, ഈ ഇൻവിറ്റേഷൻ നമ്മുടെ മുമ്പിലേക്ക് വെച്ചു തരികയാണ്. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാട് പുസ്തകം അതിൻ്റെ 22-ാം അധ്യായം 17-ാം തിരുവചനം. ബുക്ക് ഓഫ് റെവലേഷൻ, വെളിപാട് പുസ്തകം അവസാനിക്കുന്ന ഭാഗമാണ്. 17-ാം തിരുവചനം അവിടെ അവസാനിച്ചിട്ട് പിന്നെ 18 മുതൽ 22 വരെയുള്ള 3-4 വചനങ്ങൾ ഉപസംഹാരം എന്നാണ് എഴുതിയിരിക്കുന്നത്. എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആ പുസ്തകത്തിൻ്റെ അവസാന ഭാഗത്ത് അതിൻ്റെ കൺക്ലൂഷൻ പോലെ. എന്നാൽ അടിസ്ഥാനപരമായി വെളിപാട് പുസ്തകത്തിൻ്റെ അവസാനത്തെ വാക്കെന്ന് പറയുന്നത് ഈ 17-ാം തിരുവചനമാണ്. ഒന്ന് വായിച്ചേ, 17-ാം തിരുവചനം എന്താണ് എഴുതിയിരിക്കുന്നത്?
മറുപാട്ടിയും പറയുന്നു, വരിക, വരിക. കേൾക്കുന്നവൻ പറയട്ടെ, വരിക, വരിക. ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവന്റെ ജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. വിശുദ്ധ ഗ്രന്ഥം, അതായത് വിശുദ്ധ ഗ്രന്ഥം നമ്മുടെ കയ്യിലിരിക്കുന്ന 73 പുസ്തകങ്ങളടങ്ങി വിശുദ്ധ ഗ്രന്ഥത്തിന്റെ അവസാന കുറിപ്പ് ഒരൊറ്റ കാര്യം പറഞ്ഞോണ്ട്, നീ വരിക. ജീസസ് ഈസ് ഇൻവൈറ്റിംഗ് യു. നീ വരണം. അല്ലാതെ നിന്റെ ജീവിതത്തിൽ ശാപം, വെറുപ്പ് അതല്ല. നീ വരണം. നീ എൻ്റെ പക്കലേക്ക് വരണം. ദൈവം നിന്നെ ക്ഷണിക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന ഓരോ വ്യക്തിയുടെ ഉള്ളില് കർത്താവ് നിന്നെ ക്ഷണിക്കുന്നു. എൻ്റെ സഹോദര, സഹോദരി, നീ ഇന്നായിരിക്കുന്ന ഏത് തകർന്ന അവസ്ഥയിലും കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. അതുകൊണ്ടാണ് വചനം പറഞ്ഞിരിക്കുന്നത്, ഇതാ വരിക, കേൾക്കുന്നവർ പറയട്ടെ, വരിക, ദാഹിക്കുന്നവൻ വരട്ടെ, ആഗ്രഹമുള്ളവൻ ജീവജലം സൗജന്യമായി സ്വീകരിക്കട്ടെ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. എന്തിനു വേണ്ടിയിട്ടാ നിന്നെ ക്ഷണിക്കുന്നത്? എന്തിനു വേണ്ടിയിട്ടാ? ആശ്വാസം ലഭിക്കുമെന്ന്. ആശ്വാസം ലഭിക്കും. റെസ്റ്റ്, ആശ്വാസം, കംഫർട്ട് നിനക്ക് ഈശോ നൽകും. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ. ഈ ആശ്വാസം നിനക്ക് ഈ ലോകത്തുള്ള മറ്റൊരു വ്യക്തിയിൽ നിന്നോ മറ്റൊരു സാധനങ്ങളിൽ നിന്നോ ആശയങ്ങളിൽ നിന്നോ കിട്ടില്ല കേട്ടോ. അത് മനസ്സിൽ ഉറപ്പിക്കണം. നിന്റെ ജീവിതത്തിൽ നിനക്ക് ഒരിക്കലും മറ്റു വ്യക്തികളിൽ നിന്നോ ആശയങ്ങളിൽ നിന്നോ വസ്തുക്കളിൽ നിന്നോ നിന്റെ ഉള്ളിലുള്ള ഈ ദാഹത്തെ ശമിപ്പിക്കാൻ പറ്റില്ല. ആമേൻ, ആമേൻ. പക്ഷെ നമ്മുടെ ഒരു മാനുഷിക സ്വഭാവം എന്നുള്ളത്, നമ്മൾ ഇങ്ങനെയുള്ള പല കാര്യങ്ങളിലും നമ്മൾ നമ്മുടെ ആശ്രയത്വം കണ്ടെത്തും. കഴിഞ്ഞ ദിവസം ഒരു ചെറുപ്പക്കാരൻ എന്നോട് പറഞ്ഞത്, അച്ഛാ, ഞാൻ എല്ലാ ദിവസവും രാത്രി കിടക്കുന്നതിന് മുമ്പ് കുറേ സമയം കോമഡി ഷോയൊക്കെ കണ്ടിട്ടാണ് കിടക്കുന്നത്. ഞാൻ ചോദിച്ചാൽ അതെന്താ അങ്ങനെ? അല്ലച്ചാ, അത് കണ്ടു കഴിയുമ്പോൾ ഉറക്കം കിട്ടാനാണ്. ഉറക്കം കിട്ടാൻ. ഇപ്പം ഇവിടെ ഇരിക്കുന്ന പലരും അങ്ങനെയുള്ള പല പല ശൈലികളൊക്കെ ഉണ്ടാവും. അപ്പം ഞാൻ ചോദിച്ചു, ഉറക്കം കിട്ടുന്നുണ്ടോ? അച്ഛാ, ഞാൻ ഇന്ന് ഇപ്പം അച്ഛൻ്റെ അടുക്ക വന്നത് അത് പറയാനാ. അത് കണ്ടിട്ടേ ഉറക്കം പോയി. ആദ്യത്തെ കുറച്ച് ദിവസമൊക്കെ എനിക്ക് ഉറക്കവും കിട്ടി, പക്ഷെ ഇപ്പം എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. അച്ഛനൊന്ന് പ്രാർത്ഥിച്ചേ. അച്ഛാ, അത് ഞാൻ കണ്ടിട്ടും എനിക്ക് ഉറക്കം കിട്ടുന്നില്ല. നിങ്ങൾ ശ്രദ്ധിച്ചോണം. ഇവിടെ ഇരിക്കുന്ന ആരെങ്കിലുമൊക്കെ അങ്ങനെയുള്ള ഏതെങ്കിലും കാര്യത്തിന് അടിമത്തമാണത്, അടിമത്തം. ഇത് ഞാനിത് പറയുമ്പോഴത്തേക്ക് കോമഡി കാണരുതെന്നൊന്നുമല്ല ഞാൻ പറഞ്ഞത്, മറിച്ച് ചില കാര്യങ്ങൾ കാണുന്നു, അതിനു വേണ്ടി മാത്രം അടിമത്തം. അശ്ലീല ചിത്രങ്ങൾ കണ്ട് രാത്രി കിടക്കുന്നവർ, എന്നിട്ട് ഭാവനയിൽ അശ്ലീല ചിത്രങ്ങളും ഭാവനകളും ഇമേജ് അതിങ്ങനെ തലയിൽ കൊണ്ടു നടക്കുന്നു, ഉറങ്ങുന്നു. ശ്രദ്ധിച്ചോ, അത് അടിമത്തമാണ്, പൈശാചിക പീഡയാണ്. പ്രത്യേകിച്ച് അശ്ലീലമായ കാര്യങ്ങൾ. മൊബൈൽ ഫോണൊക്കെ എല്ലാവർക്കും ഉണ്ട്. അവർക്ക് ഇഷ്ടമുള്ള സാധനങ്ങൾ കാണാൻ ആരും ചോദിക്കാനും പറയാനും വരത്തില്ല. അവർക്ക് ഇഷ്ടമുള്ള രീതിയിൽ അത് ആസ്വദിക്കാം. പക്ഷെ ഓർത്തോണം, നമ്മൾ തമാശയ്ക്കാണെങ്കിലും ജിജ്ഞാസയ്ക്കാണെങ്കിലും കാണുന്നൊരു കാര്യം അത് നിന്റെ തലയ്ക്കകത്തോട്ട് കയറിയിരിക്കും. വളരെ പ്രത്യേകിച്ച് ഉറങ്ങുന്നതിന് മുമ്പ് അല്ലേ? ചിലരൊക്കെ മൊബൈൽ ഗെയിം കളിച്ചിട്ടാണ് കിടന്നുറങ്ങുന്നത്. ഓർത്തോണം, അത് വലിയൊരു അടിമത്തമാണ്. അടിമത്തം. അപ്പം അതുകൊണ്ട് ഈ ലോകത്തുള്ള എന്തെങ്കിലും സാധനങ്ങൾ കൊണ്ട്, ഏതെങ്കിലും ആശയങ്ങൾ കൊണ്ട്, ഏതെങ്കിലും വ്യക്തികൾ കൊണ്ട് നിനക്കൊരു സമാധാനം കിട്ടും, ആശ്വാസം കിട്ടുമെന്ന് വിചാരിച്ചാൽ അത് തെറ്റ്. വചനം നിന്നെ ക്ഷണിക്കുന്നത്, നീ വാ, എൻ്റെ പക്കലേക്ക് വാ, എൻ്റെ പക്കൽ നിനക്ക് ആശ്വാസം വെച്ചിട്ടുണ്ട്. വലതുകര ഉയർത്തി പറ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പം അതുകൊണ്ട് എന്ത് കാണണ്ട എന്ന് പറയുന്നതോടൊപ്പം എന്ത് കാണണം, എന്ത് വായിക്കണം എന്നും കൂടെ ഞാൻ ഓർമ്മപ്പെടുത്തിക്കൊള്ളട്ടെ. രാത്രി കിടക്കുന്നതിന് മുമ്പ് വചനം വായിച്ചിട്ട് കിടക്കൂ, വചനം ധ്യാനിച്ചിട്ട് കിടക്കൂ. ആ വചനം ഒരു വിത്താണ്. ആ വിത്ത് നിന്റെ ഉള്ളിൽ ഇതിങ്ങനെ പൊട്ടി വളരാൻ തുടങ്ങും. പ്രത്യേകിച്ച് ഉറക്കം കിട്ടാത്തവരൊക്കെ ഉണ്ടോ? ഏതെങ്കിലും വിഷയങ്ങൾ ഭാരപ്പെട്ടവരുണ്ടോ? ഇന്ന് മുതൽ നിങ്ങൾ ഈ തീരുമാനം എടുത്തോണം. ചില വചനങ്ങൾ എഴുതി വെക്കണം. ആ വചനങ്ങൾ ഇങ്ങനെ കാണാതെ പഠിക്കാൻ ശ്രമിക്കണം. ചിലരുടെ മെമ്മറിയിൽ അത് നിലനിൽക്കണമെന്നില്ല, സാരമില്ല, പക്ഷെ നമ്മൾ ശ്രമിക്കണം.
എന്നിട്ട് ആ വചനം ധ്യാനിച്ചുകൊണ്ട് കിടന്നേ. വചനം അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്നവരുമായ നിങ്ങളെല്ലാവരും എൻ്റെ അടുക്കൽ വരുവിൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. മത്തായി 11:28 അല്ലേ? നമ്മളത് വിശ്വസിക്കുന്നു, എന്നിട്ട് നമ്മളത് ഏറ്റെടുക്കുന്നു. കർത്താവേ, എൻ്റെ അധ്വാനം, എൻ്റെ ഭാരം ഞാൻ നിന്റെ പക്കൽ സമർപ്പിക്കുന്നു. അങ്ങനെ പറഞ്ഞ് പ്രാർത്ഥിച്ചിട്ട് കിടക്കൂ. മാറ്റങ്ങളുണ്ടാവും, സ്വസ്ഥത കിട്ടും. അല്ലാതെ ഈ ലോകത്തിലുള്ള ഏതെങ്കിലും സാധനങ്ങൾ കൊണ്ട് നമ്മൾ തൃപ്തി അടയാമെന്ന് വെച്ചാൽ അതൊരിക്കലും നമുക്ക് തൃപ്തിയാവത്തില്ല. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഈ പറയുന്ന കാര്യം വീട്ടിൽ ഉള്ള മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണേ കേട്ടോ. വീട്ടിലുള്ള മറ്റുള്ളവരോടും പറഞ്ഞു കൊടുക്കണം. നമ്മുടെ വീട്ടിൽ ചില കഥാപാത്രങ്ങളുണ്ടെന്ന് 24 മണിക്കൂർ ഇതും കുത്തിക്കൊണ്ടിരിക്കുന്ന, തോണ്ടിക്കൊണ്ടിരിക്കുന്ന, ഇതിൻ്റെ അകത്ത് ജീവിക്കുന്ന, ഏത് ആ മൊബൈൽ തിന്നോണ്ടിരിക്കുന്ന, അതാണ് ജീവിതം മുഴുവൻ അല്ലെ? അതാണ് ജീവിതം മുഴുവൻ. അങ്ങനെയുള്ള ചില കഥാപാത്രങ്ങളുണ്ട്. അവരോട് പറഞ്ഞു കൊടുക്കണം, എടാ എടി ദേ നീ ഈ കാര്യം ഒന്ന് ശ്രദ്ധിക്കണം. സ്നേഹത്തോടെ അവരോടൊന്ന് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഉണ്ടെങ്കിൽ മാത്രമേ സ്വസ്ഥത കിട്ടുകയുള്ളൂ, സമാധാനം കിട്ടുകയുള്ളൂ. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. അപ്പോൾ വിശുദ്ധ ഗ്രന്ഥം അവസാനിക്കുന്നത് ഈ വലിയൊരു സത്യം പറഞ്ഞോണ്ട്, നീ എൻ്റെ അടുക്കിലേക്ക് വരിക. വന്നു കഴിഞ്ഞാൽ എന്ത് കിട്ടും? നിനക്ക് ആശ്വാസം കിട്ടും. എന്ത് കിട്ടും? ആശ്വാസം കിട്ടും. ജെറമിയയുടെ പ്രവചനം 6-ാം അധ്യായം 16-ാം തിരുവചനം. ബുക്ക് ഓഫ് ജെറമിയ ചാപ്റ്റർ 6:16. ജെറമിയയുടെ പ്രവചനം 6-ാം അധ്യായം അതിന്റെ 16-ാം തിരുവചനം. 6:16. കർത്താവ് അരുളി ചെയ്യുന്നു, വഴിക്കവലകളിൽ നിന്ന് ശ്രദ്ധിച്ചു നോക്കുക, പഴയ പാതകൾ അന്വേഷിക്കുക, നേരായ മാർഗം തേടി അതിൽ സഞ്ചരിക്കുക. അപ്പോൾ കണ്ടോ, അപ്പോൾ എന്ത് സംഭവിക്കും? നിങ്ങൾ വിശ്രാന്തി അടയുകയും. കണ്ടോ, നിങ്ങൾ വിശ്രാന്തി എന്ന് പറഞ്ഞാൽ ശാന്തത, സ്വസ്ഥത, ആശ്വാസം നിനക്ക് കിട്ടും. ആശ്വാസം കിട്ടും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. പുറപ്പാട് പുസ്തകത്തിൽ 33-ാം അധ്യായം, അത് വളരെ പ്രധാനപ്പെട്ട ഒരു അധ്യായമാണ്. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33. അവിടെ മോശയുമായിട്ടുള്ള ഒരു വലിയ നീണ്ട സംഭാഷണം ദൈവം നടത്തുകയാണ്. മോശയോട് ഇസ്രായേൽ ജനത്തെ നയിക്കാൻ പോകുന്ന കാര്യങ്ങളൊക്കെ ഏൽപ്പിക്കുമ്പോൾ മോശ വളരെ ഭാരപ്പെട്ട് പറയുന്ന ചില കാര്യങ്ങളുണ്ട്. ദൈവമേ, ഞാൻ അങ്ങോട്ട് പോയി കഴിയുമ്പോൾ ഞാൻ എന്താ ചെയ്യേണ്ടത്? നീ എൻ്റെ കൂടെയുണ്ടെന്നൊക്കെ പറയുന്നുണ്ട്, പക്ഷെ അതെങ്ങോട്ട് മനസ്സിലാവുന്നില്ല. ദേ ഇവിടെ ഇരിക്കുന്ന അനേകർക്ക് മോശയ്ക്ക് കൊടുത്തൊരു വാഗ്ദാനം കിട്ടാൻ പോവാ. ബുക്ക് ഓഫ് എക്സോഡസ്, പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം അതിൻ്റെ 14-ാം തിരുവചനം വായിച്ചോ. 33:14 നല്ല വചനമാണ്, വായിച്ചോ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. സ്വരമുയർത്തി പറഞ്ഞ ഹല്ലേലൂയാ, ഹല്ലേലൂയാ. കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയാ. സാധിക്കുന്നവർ ഈ വചനം എഴുതി പഠിച്ചോണം കേട്ടോ. ഏതെങ്കിലും വിഷയത്തിൽ ഈ നാളുകളിൽ വല്ലാത്തൊരു കോൺഫ്ലിക്റ്റ്, മാനസിക സമ്മർദ്ദം, എന്താ ചെയ്യേണ്ടെന്ന് അറിഞ്ഞുകൂടാ, ഒരു തീരുമാനം എടുക്കാൻ പറ്റുന്നില്ല, അങ്ങനെയുള്ളവരുണ്ടോ? ദേ നല്ല വചനമാണ്. പുറപ്പാട് പുസ്തകം 33-ാം അധ്യായം 14-ാം തിരുവചനം. ബുക്ക് ഓഫ് എക്സോഡസ് ചാപ്റ്റർ 33:14. വചനം പറയുന്നു, കർത്താവ് പറഞ്ഞു, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ, ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ വ്യക്തിയും ഈ വചനം ഏറ്റെടുത്തോണം. കർത്താവ് നമ്മളോട് പറയുകയാണ്, കർത്താവ് നമ്മളോട് പറയാണ്, ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിനക്ക് ആശ്വാസം തരികയും ചെയ്യും. പ്രൈസ് ദി ലോർഡ്. സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം അതിൻ്റെ 1-ഉം 2-ഉം തിരുവചനം. നമുക്ക് വളരെ പരിചിതമായ ഒരു വചനമാണല്ലോ. തുറന്നേ സങ്കീർത്തനം, ബുക്ക് ഓഫ് സാം, സങ്കീർത്തന പുസ്തകം 23-ാം അധ്യായം. കർത്താവാണ് എൻ്റെ ഇടയൻ, എനിക്കൊന്നിനും കുറവുണ്ടാവുകയില്ല. പച്ചയായ പുൽത്തകടിയിൽ അവിടുന്ന് എനിക്ക് വിശ്രമം, കണ്ടോ, വിശ്രമം, റെസ്റ്റ്, ആശ്വാസം, വിശ്രമം അരുളുന്നു. പ്രശാന്തമായ ജലാശയത്തിലേക്ക് അവിടുന്ന് എന്നെ നയിക്കുന്നു. അവിടുന്ന് എനിക്ക് ഉന്മേഷം നൽകുന്നു. തൻ്റെ നാമത്തെ പ്രതി നീതിയുടെ പാതയിൽ എന്നെ നയിക്കുന്നു. ഉന്മേഷം നൽകും. എന്ത് നൽകും? ഉന്മേഷം. ഉന്മേഷം നൽകുന്നു, ആശ്വാസം നൽകുന്നു. സ്വരമുയർത്തി പറ ഹല്ലേലൂയാ,
എന്റെ പക്കൽ വന്നു ചേർക്കുന്നവർക്ക് കർത്താവ് നൽകുന്ന വലിയൊരു കൃപയാണ് ഈ ഉന്മേഷം, ആശ്വാസം. ഒരു നല്ല വചനം കൂടെ ഒന്ന് വായിച്ചേ. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം, ബുക്ക് ഓഫ് ഹീബ്രൂസ് ചാപ്റ്റർ 4 വേഴ്സ് 9, 10, 11. ഹെബ്രായ ലേഖനത്തില് ഇതാ കൃത്യമായൊരു സന്ദേശമുണ്ട്. നല്ല വചനാണ്. ഹെബ്രായ ലേഖനം 4-ാം അധ്യായം അതിന്റെ 9, 10, 11 വായിച്ചോ. അതിനാൽ ദൈവജനത്തിന് ഒരു സാബത്ത് വിശ്രമം ലഭിക്കാനിരിക്കുന്നു. കണ്ട സാബത്ത് വിശ്രമം വായിച്ചോ. എന്തെന്നാൽ ദൈവത്തിന്റെ വിശ്രമത്തിലേക്ക് പ്രവേശിക്കുന്നവൻ അവിടുത്തെ പോലെ തന്റെ ജോലിയിൽ നിന്ന് വിരമിക്കുന്നു. 11-ാം വചനം. അതുപോലുള്ള അനുസരണക്കേട് മൂലം അധപ്പതിക്കാതിരിക്കുന്നതിന് നമുക്കും ആ വിശ്രമത്തിലെ പ്രവേശിക്കാൻ ഉത്സുകരായിരിക്കാം. കണ്ടോ, ഈശോ ഒരു വളരെ പ്രധാനപ്പെട്ട കാര്യം പറയാണ്. വിശ്രമത്തിലേക്ക് നമുക്കും പ്രവേശിക്കാം. വിശ്രമം, ആശ്വാസം, സ്വസ്ഥത നമുക്ക് ഈ കാലഘട്ടത്തിൽ വേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യം. ഇത് നിനക്ക് കർത്താവ് സമ്മാനിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയാ, ഹല്ലേലൂയാ. ഓരോ വ്യക്തിയും ഇത് ഏറ്റെടുത്തോണം കേട്ടോ. ഇന്ന് കടന്നു പോകുന്ന ഏതൊരവസ്ഥയിലാണെങ്കിലും കർത്താവ് നിന്നിൽ പ്രവർത്തിക്കും. ഒന്ന് ചാടി എഴുന്നേറ്റ് നിന്നേ. യെശയ്യായുടെ പ്രവചനം 41-ാം അധ്യായം, ബുക്ക് ഓഫ് ഐസയ ചാപ്റ്റർ 41. ഇന്ന് ഈ ശുശ്രൂഷ സമയത്ത് ഓരോ വ്യക്തിയും ഏറ്റെടുത്തുകൊള്ളണം. നിന്റെ മേൽ കർത്താവ് ഇടപെടുകയാണ്. അത്ഭുതകരമായ ഇടപെടലാണ്. 41-ാം അധ്യായം 10-ാം തിരുവചനം. ദേ ഒച്ചത്തിലേറ്റു പറഞ്ഞു, ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്, സംഭ്രമിക്കേണ്ട, ഞാനാണ് നിന്റെ ദൈവം, ഞാൻ നിന്നെ ശക്തിപ്പെടുത്തുകയും സഹായിക്കുകയും ചെയ്യും. എന്റെ വിജയകരമായ വലത്തുകൈ കൊണ്ട് ഞാൻ നിന്നെ താങ്ങി നിർത്തും. ഹല്ലേലൂയാ. ഏറ്റു പറഞ്ഞേ, കർത്താവേ എന്നെ ശക്തിപ്പെടുത്തണമേ, എന്നെ ബലപ്പെടുത്തണമേ. ഹല്ലേലൂയാ, 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 ഹല്ലേലൂയാ. യേശുവേ, യേശുവേ എന്നെ ശക്തിപ്പെടുത്തണമേ, ബലപ്പെടുത്തണമേ. ഹല്ലേലൂയാ. പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ കൃപയും കൂടെ സ്വന്തമാക്കിക്കോ. 2 കരങ്ങൾ നന്നായിട്ട് ഉയർത്തിപ്പിടിച്ചോ. പൗലോസ്ലീഹായ്ക്ക് കിട്ടിയ ഒരു കൃപ. വിശുദ്ധ പൗലോസ്ലീഹ കൊരിന്ത്യർക്ക് എഴുതിയ 2-ാം പുസ്തകം 12-ാം അധ്യായം 9, 10 തിരുവചനം ഏറ്റുപറഞ്ഞ് പ്രാർത്ഥിക്കുകയാണ്. നല്ല ഒച്ചത്തിൽ പറഞ്ഞു, എന്നാൽ അവിടുന്ന് എന്നോട് അരുളി ചെയ്തു, നിനക്ക് എന്റെ കൃപ മതി. എന്തെന്നാൽ ബലഹീനതയിലാണ് എന്റെ ശക്തി പൂർണ്ണമായി പ്രകടമാകുന്നത്. ക്രിസ്തുവിന്റെ ശക്തി എന്റെ മേൽ ആവസിക്കേണ്ടതിന് ഞാൻ പൂർവാധികം സന്തോഷത്തോടെ എന്റെ ബലഹീനതയെക്കുറിച്ച് പ്രശംസിക്കും. അതുകൊണ്ട് ബലഹീനതകളിലും ആക്ഷേപങ്ങളിലും ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും അത്യാഹിതങ്ങളിലും ഞാൻ ക്രിസ്തുവിനെ പ്രതി സന്തുഷ്ടനാണ്. എന്തെന്നാൽ ബലഹീനരായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. ഞാൻ ബലഹീനനായിരിക്കുമ്പോഴാണ് ഞാൻ ശക്തനായിരിക്കുന്നത്. കർത്താവേ, കർത്താവേ, ഈ വചനശക്തിയാൽ എന്നിൽ ആശ്വാസം നിറയട്ടെ, ശക്തി നിറയട്ടെ, കൃപ നിറയട്ടെ, കെട്ടുകൾ അഴിയട്ടെ, ബന്ധനങ്ങൾ അഴിയട്ടെ, ശക്തി നിറയട്ടെ. വചനത്തിൽ വിശ്വസിക്കുന്നു. കരങ്ങൾ ഉയർത്തി ഉച്ചത്തിൽ ഈശോയെ എന്നൊന്ന് വിളിച്ച് പ്രാർത്ഥിച്ച് ഈ ശുശ്രൂഷ സമയത്ത് പ്രാർത്ഥിക്കുന്ന ഓരോ വ്യക്തിയിലും അത്ഭുതകരമായ ദൈവകൃപകൾ നിറയപ്പെടട്ടെ. എല്ലാ തടസ്സങ്ങളും കർത്താവിന്റെ ആത്മാവ് എടുത്തു മാറ്റട്ടെ. അധ്വാനിക്കുന്നവരും ഭാരം വഹിക്കുന്നവരുമായ നിങ്ങൾ എല്ലാവരിലേക്കും ഒരു പുതിയ അഭിഷേകം, ഒരു പുതിയ കൃപ ഈ ശുശ്രൂഷ സമയത്ത് വെളിപ്പെടട്ടെ. ഒരു പുത്തൻ കൃപ കൊണ്ട് നിറയപ്പെടട്ടെ. ഭാരപ്പെടുന്ന ഓരോ വ്യക്തിയുടെ മേലും കർത്താവിന്റെ കൃപ നിറയട്ടെ. ഈശോയെ വിളിച്ച് പ്രാർത്ഥിക്കുന്നു. ഭാരം വഹിച്ചിടുന്നവർ
ആമേൻ. വരുവിൻ എന്നരികെ നിങ്ങൾ കരുളാം ആശ്വാസം. ചേർന്ന് പഠിക്കേ. അധ്വാനിപ്പവരെ ഭാരം വഹിച്ചിടുന്നവരെ വരുവിൻ. വരുവിൻ എന്നരികെ ആമേൻ. നിങ്ങൾ കരുളാം ആശ്വാസം. ഒച്ചത്തിൽ പറഞ്ഞേ ആമേൻ, 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 ആമേൻ. ആമേൻ. നെറ്റിയിലൊരു കുരിശടയാളം വരച്ച് ഇത് ഏറ്റെടുക്കുക. ഇത് നിന്നിൽ സംഭവിക്കട്ടെ. ആമേൻ. നമുക്ക് മുട്ടുകുത്താം. ആരാധനയിൽ നമുക്ക് ഒരുമിച്ച് പ്രാർത്ഥിക്കാം. കർത്താവെ, ഞങ്ങളിപ്പോൾ പ്രാർത്ഥിച്ച പങ്കുവച്ച വചനം ഈ ശുശ്രൂഷ സമയത്ത് ഞങ്ങളിൽ സംഭവിക്കട്ടെ. കരങ്ങൾ കൂപ്പി ഈശോയുടെ ആശീർവാദം സ്വീകരിക്കുമ്പോൾ വിശ്വസിക്കണം. യെസ്, എൻ്റെ കർത്താവ് മോശയ്ക്ക് കൊടുത്ത വാഗ്ദാനം എന്നിൽ സംഭവിക്കുന്നു. ഞാൻ തന്നെ നിന്നോടുകൂടെ വരികയും നിന്നെ ആശ്വസിപ്പിക്കുകയും ചെയ്യും. കർത്താവെ, അങ്ങ് തന്നെ മോശയോടുകൂടെ എന്നതുപോലെ എൻ്റെ മേലും വന്ന് എനിക്ക് ആശ്വാസം നൽകുന്നു. വിശ്വസിച്ച് ഈ ആശീർവാദം സ്വീകരിക്കട്ടെ. കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും കൃപയാലേ കൃപയാലേ കൃപയാൽ അനുദിനവും പരിശുദ്ധ പരമമാ ദിവ്യകാരുണ്യമേ